ഇന്ന് രാവിലെയാണ് അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമമുണ്ടായത്. അതീവ സുരക്ഷാ മേഖലയായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിനുള്ളിൽ വെച്ചായിരുന്നു സംഭവം. 2 തവണ ബാദലിനു നേരെ വെടിയുതിർക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സുവർണക്ഷേത്രത്തിൽ മതപരമായ ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് വീൽചെയറിൽ ഇരിക്കുകയായിരുന്ന ബാദലിനടുത്തേക്ക് വന്നയാൾ വെടിയുതിർക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ ബാദലിന്റെ ഒപ്പമുണ്ടായിരുന്നവർ അക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. നരൺ സിംഗ് ചൌരാൻ എന്നയാളാണ് വെടിയുതിർത്തത്. ഇയാൾക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്നും ദൽ ഖൽസ എന്ന സംഘടനയുടെ അംഗമാണെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. പ്രവേശന കവാടത്തിന്റെ ചുവരിലാണ് വെടിയുണ്ടകൾ പതിച്ചത്. സംഭവത്തിൽ സുഖ്ബീർ സിംഗ് സുരക്ഷിതനാണെന്നും ആർക്കും അപകടമുണ്ടായിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ബാദലിന്റെ അനുയായികൾ കീഴ്പ്പെടുത്തിയ അക്രമിയെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്ന ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നാലെ ബാദലിന്റെ ഭാര്യയും എംപിയുമായ ഹർസിമ്രത് കൌർ ബാദൽ സുവർണക്ഷേത്രത്തിലെത്തി. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അകാലിദൾ നേതാക്കൾ. പഞ്ചാബ് മുഖ്യമന്ത്രി എന്തു ചെയ്യുകയാണെന്നും ആക്രമണത്തിന് പിന്നിൽ ഖലിസ്ഥാൻ സംഘടനയാണെന്നും അകാലിദൾ ആരോപിച്ചു. സുഖ്ബീർ സിംഗ് ബാദലിന് സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്ത് ശിക്ഷ വിധിച്ചിരുന്നു. സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണം, 2 ദിവസം കാവൽ നിൽക്കണം, കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം, കയ്യിൽ കുന്തം കരുതണം തുടങ്ങിയവയായിരുന്നു ശിക്ഷ. ബാദലിന്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തഖ്ത് ശിക്ഷ പ്രഖ്യാപിച്ചിരുന്നു. 2007 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ അകാലിദൾ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ശിക്ഷ. പിന്നാലെ ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഈ ശിക്ഷയുടെ ഭാഗമായാണ് സുഖ്ബീർ സിംഗ് ബാദൽ സുവർണക്ഷേത്രത്തിലെത്തിയത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.